ഞങ്ങൾക്ക് എന്തിനാണ് പ്രതികൂലം? ഞങ്ങളെ CPIM-ൻ്റെ ബ്രാഞ്ചോ ലോക്കൽ കമ്മിറ്റീൻ്റെ ആളാണോ ഈ പറയുന്ന? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാടെന്താണെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാനതിൽ എടുത്ത നിലപാട് ഇന്നലെ തന്നെ എന്നോട് ചോദിച്ചെടുത്തപ്പോൾ നമ്മൾ എടുത്ത നിലപാട്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവാണ്. അദ്ദേഹം മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ജനാധിപത്യം ഉൾപ്പെടെയുള്ള നിലപാടുകളോട് പലപ്പോഴും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരാളാണ്. ആ പ്രതികരണത്തെ പൂർണ്ണമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അംഗീകരിക്കാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളത് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സ്കൂൾ തുടങ്ങാൻ, വിദ്യാസ്ഥാപനം തുടങ്ങാൻ SNDPക്ക് പ്രയാസം നേരിട്ടു, സർക്കാർ അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞു. CPM-ന്റെ അറിവിൽ അങ്ങനെ ഒരു പ്രശ്നം SNDPക്ക് നേരിട്ടിട്ടുണ്ടോ? അല്ല, SNDPക്ക് നേരിട്ട പ്രശ്നവും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ഞങ്ങളിപ്പോൾ അതിൽ പാർട്ടി നിലയിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. അത് ഗവൺമെൻറ് എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് SNDP ആയാലും മറ്റാരായാലും സ്കൂൾ തുടങ്ങുന്നതിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ട. അതിൽ ഞങ്ങൾക്ക് അതൊക്കെയുള്ളൂ. അതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെയൊന്നും തോന്നുന്നില്ല. വെറുതെ ആവശ്യമില്ലാതെ ഇതാരാ അനാവശ്യമായ ചോദ്യമാണ് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാനില്ലെങ്കിൽ ചോദിക്കാതിരിക്കുന്ന ഞാൻ. അതാ ഞാൻ പറഞ്ഞു. നിങ്ങൾ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരാളെ അയാൾക്കൊപ്പം നിൽക്കുന്നു, അയാൾക്കൊപ്പം നിൽക്കുന്നു ഇല്ല, ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കിയത് അത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടൊന്നും ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ആ മലപ്പുറം എന്ന് പറയുന്നൊരു ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് അടുത്ത മുന്നണിയുടെ CPIM എന്നും. ഞങ്ങളല്ല തന്നെയാണ് എടുത്തത്. ആ മലപ്പുറത്തിനെതിരായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞാൽ ആരും അംഗീകരിക്കൂല. അത്ര തന്നെ. പിന്നെന്താ ഞങ്ങൾ അംഗീകരിക്കൂല? ആരംഗീകരിക്കുന്നു? അംഗീകരിക്കണോ? അതാ കാര്യം നിങ്ങൾ പറഞ്ഞ് അംഗീകരിപ്പിക്കണം എന്നുള്ള ചോദ്യം അനാവശ്യമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കാര്യമില്ലാതെ. സീരിയസ് ആയ ചോദ്യം ചോദിക്കാൻ പഠിക്കണം. മുസ്ലിം വിരുദ്ധ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ല. എനിക്ക് മനസ്സിലായില്ലേ? മുസ്ലിം വിരുദ്ധ നിലപാട് ഞങ്ങളുടെ നിലപാടല്ല. വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ ഉറച്ച നിലപാടാണ്. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അതിശക്തിയായിട്ട് വളരെ വ്യക്തമല്ലേ. പിന്നെ പറയുന്നവരുടെ നിലപാട് എന്തായിരിക്കും? ഞങ്ങളുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ്. നിങ്ങൾക്ക് അതാ പറയേണ്ടി ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കലാണ്. പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാവുമോ? നിങ്ങളല്ലേ എന്ത് പത്രപ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിലല്ലേ നോക്കാം. അതില്ലല്ലോ. വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ അവസാനം നാളത്തെ നിങ്ങളുടെ ഇതിൽ MP ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അത് പറയാൻ വേണ്ടിയില്ലേ? നിങ്ങൾക്കെല്ലാം പറഞ്ഞാൽ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ധാരണ വേണം. നിങ്ങളുടെ ധാരണ തികച്ചും വർഗീയമായ ധാരണയാണ്. നിങ്ങളുടെ ധാരണയാണ് വർഗീയ ധാരണ.